പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അയാളിത് എന്നോട് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പ്രത്യേകിച്ചും ഞാൻ അയാൾക്കു വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും. ഈ വാക്കുകൾ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടാകും. വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ കൈവിട്ടുകളഞ്ഞു എന്ന തോന്നൽ നമ്മെ വളരെ അസ്വസ്ഥരാക്കുന്നു. എന്നാൽ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് അടിക്കടി ഉണ്ടാവാറുണ്ട്. ജോലിസ്ഥലത്ത്, ബന്ധങ്ങളിൽ, ജീവിതത്തിൽ. അയാൾക്കു വേണ്ടി നാം എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിശ്വാസം നമ്മുടെ മനോവ്യഥയുടെ ആക്കം കൂട്ടുന്നു. അയാളുടെ ഗുണത്തിനു വേണ്ടി, ആ മേലധികാരിയുടെ, ആ സഹപ്രവർത്തകൻ്റെ, ആ സുഹൃത്തിൻ്റെ നാം എന്തോ ഒക്കെ ചെയ്ത് അയാൾക്ക് നമ്മെ വേദനിപ്പിക്കുന്നതിനുള്ള അവകാശം നാം വിലക്കെടുത്തു കഴിഞ്ഞു എന്നതാണ് നമ്മുടെ നിരാശയ്ക്ക് പുറകിലുള്ള യുക്തി. എൻ്റെ ഒരു സുഹൃത്ത് ഒരു കമ്പനിയുടെ CEO ആയി ചുമതലയേറ്റു. ആ കമ്പനിയാകട്ടെ ക്ഷിപ്രകോപിയെന്നും പരുക്കൻ ഭാഷയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നും കുപ്രസിദ്ധി നേടിയ, സ്വപ്രയത്നത്തിലൂടെ വിജയത്തിലെത്തിയ ഒരു വ്യവസായിയുടേതായിരുന്നു. അഭ്യുദയകാംക്ഷികളായ പല സുഹൃത്തുക്കളും അത്തരം ഒരു മുതലാളിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിലുണ്ടായിരുന്ന അപകട സാധ്യതകളെപ്പറ്റി CEOക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ എൻ്റെ സുഹൃത്താകട്ടെ ആ മുതലാളിക്ക് അടിയന്തരമായി ഒരു കഴിവുള്ള ഒരു CEO ആവശ്യമാണെന്നും അതുകൊണ്ട് CEOക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല എന്നും തീർത്തും പ്രതീക്ഷിക്കുന്നു എന്ന് എല്ലാവരോടും പറഞ്ഞു. ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്. ഉടമസ്ഥൻ എന്നോട് തികഞ്ഞ ബഹുമാനത്തോടുകൂടി ഇടപെടുമെന്നും എൻ്റെ ജോലിയിൽ അനാവശ്യമായി കൈകടത്തുകയില്ല എന്നും എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അയാൾ സുഹൃത്തുക്കളെ ആശ്വസിപ്പിച്ചു. 12 മാസങ്ങൾ തികയുന്നതിന് മുൻപേ CEO ജോലി രാജിവെച്ചു. കാരണം നിങ്ങൾ ഊഹിച്ചിരിക്കും. പരുക്കൻ ഭാഷണം, ക്ഷിപ്രകോപം, അനാവശ്യമായ ഇടപെടലുകൾ. നിങ്ങൾ തവളയുടെയും തേളിൻ്റെയും കഥ കേട്ടിട്ടുണ്ടോ? തേളിന് പുഴയുടെ അക്കരെ പോകണം. പക്ഷെ അതിന് നീന്താൻ കഴിയാത്തതുകൊണ്ട് തവളയെ സമീപിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ പുറത്തു കയറ്റി അക്കരെ കടത്താമോ? എനിക്ക് നീന്താൻ അറിയില്ല. എനിക്കത് പ്രയാസമാണ്. തവള പ്രതിവചിച്ചു. നീയൊരു തേളാണ്, നീ എന്നെ കുത്തും. ഓ മണ്ടൻ തവളെ, തേൾ പറഞ്ഞു, ഞാൻ നിന്നെ കുത്തിയാൽ നമ്മൾ രണ്ടുപേരും മുങ്ങിച്ചത്തു പോവില്ലേ? തേൾ പറഞ്ഞതിൻ്റെ യുക്തി മനസ്സിലാക്കിയ തവള ഒരു തേളിനെ പുറത്തു കയറ്റി പുഴ നീന്തിക്കടന്നു എന്ന് വീമ്പിളക്കുവാൻ പറ്റിയ അവസരം പാഴാക്കാൻ തയ്യാറല്ലായിരുന്നു. തവള സമ്മതിച്ചു. പുഴയുടെ മധ്യത്തിലെത്തിയപ്പോൾ തേൾ തവളയെ കുത്തി. നീ എന്തുകൊണ്ടാണ് എന്നെ കുത്തിയത്? വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതിനിടയിൽ തവള ചോദിച്ചു. കാരണം ഞാനൊരു തേളാണ്. അങ്ങനെ തവളയും തേളും പുഴയിൽ മുങ്ങിച്ചത്തു. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു തേളിന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു എന്നതുകൊണ്ട് അത് നിങ്ങളെ കുത്തുകയില്ല എന്ന് അതിനർത്ഥമില്ല. ചില ആളുകൾ തേളുകൾ തന്നെയാണ്, അത് കുത്തുക തന്നെ ചെയ്യും. മറിച്ച് പ്രതീക്ഷിക്കുന്നത് നിരാശയ്ക്ക് കാരണമാകും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.